السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന്യരായ ഈ വേദിയിലുള്ള പ്രാസ്ഥാനിക നേതൃത്വം, ഉസ്താദുമാർ, ഈ അസംബ്ലിയിൽ ഇവിടെ സംഗമിച്ചിട്ടുള്ള പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ വിവിധ ക്യാമ്പസുകളെ പ്രതിനിധീകരിച്ചെത്തിയ കൂട്ടുകാരെ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും സംഗമിക്കുകയും പരസ്പരം സൗഹൃദങ്ങൾ പറയുകയും പരസ്പരം കാണുകയും പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ വേദികൾ, ക്യാമ്പസ് അസംബ്ലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അസംബ്ലിയുടെ പ്രമേയം, ഈ പരിപാടിയുടെ പ്രമേയവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പ്രമേയവാക്യം ഈ ഒരു അസംബ്ലിയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകളിലൂടെ, ഇവിടെ പറഞ്ഞു പോകുന്ന വിഷയങ്ങളിലൂടെ, ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന സെഷനുകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒന്നല്ല. നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ അത് നമ്മുടേതായ ലോകത്ത് തളച്ചിടുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കൂട്ടുകാരിലേക്ക്, നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക്, നമ്മുടെ പരിസരങ്ങളിലേക്ക്, നമ്മുടെ സഹജീവികളിലേക്ക്, നമ്മുടെ ക്യാമ്പസിലെ വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക്, വ്യത്യസ്ത മനുഷ്യരിലേക്ക്, ലോകത്തെ മുഴുവൻ മനുഷ്യരിലേക്കും പടർന്നു കയറുന്ന വിധം നമ്മളെന്ന ആശയത്തെ പ്രകാശിപ്പിക്കാനുള്ള ഒരു വലിയ സ്വപ്നത്തെയാണ് ക്യാമ്പസ് അസംബ്ലികൾ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മനുഷ്യനെന്ന ആശയം എവിടെയാണ് പൂർണ്ണമാകുന്നത്, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എപ്പോഴാണ് സാർത്ഥകമാകുന്നത് എന്നത് സംബന്ധിച്ച കുറേ ഉദാഹരണങ്ങളിലൂടെയാണ് നേരത്തെ കടന്നുപോയത്. നിങ്ങൾ SSFകാരനാവുക എന്ന, നിങ്ങളൊരു നല്ല വിദ്യാർത്ഥിയായി മാറുക എന്ന സന്ദേശം നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിനും അപ്പുറം നിങ്ങൾ ആരായിരിക്കണം എന്ന ഒരു ചോദ്യത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സംസാരങ്ങൾ ഇട്ട് തരുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആയുസ് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ വയസ്സ് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ വയസ്സ് പറയുന്നത് വർഷങ്ങളെ വെച്ചുകൊണ്ടാണ്. നിൻ്റെ വയസ്സ് എത്രയായി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റുകൾ, ഇത്ര സെക്കൻഡുകൾ എന്നാരും പറയാറില്ല. പകരം വർഷങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാലത്തെ അളക്കുന്നത്. എന്നാൽ നിങ്ങളൊരു ഒരു ഒരു ചിത്രശലഭത്തെ നോക്കൂ. എങ്ങനെയാണ് ഒരു പൂമ്പാറ്റ അതിൻ്റെ വയസ്സ് പറയുന്നുണ്ടാവുക? ഒരു പൂമ്പാറ്റ ഒരിക്കലും വർഷങ്ങൾ എടുത്തുകൊണ്ടോ മാസങ്ങൾ എടുത്തുകൊണ്ടോ ദിവസങ്ങൾ എടുത്തുകൊണ്ടോ അതിൻ്റെ ആയുസ് പറയാറില്ല. പകരം ഒരു ചിത്രശലഭം അതിൻ്റെ ആയുസ് പറയുന്നത് നിമിഷങ്ങളെ വെച്ചുകൊണ്ടാണ്. ഏറ്റവും ആനന്ദകരമായ ജീവിതം നയിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു ചിത്രശലഭം എങ്ങനെയായിരിക്കും ആനന്ദകരമായ അതിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് എന്നാലോചിക്കുമ്പോൾ നമുക്ക് കുറേ ഉത്തരങ്ങൾ കിട്ടും. ഒരു ചിത്രശലഭം തൊട്ടു മുന്നിലുള്ള നിമിഷങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുമ്പോൾ
നമ്മൾ വർഷങ്ങളുടെ ആദികളിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. വർഷങ്ങളുടെ സ്വപ്നങ്ങൾ, വർഷങ്ങളുടെ ആദികൾ, വർഷങ്ങളുടെ സങ്കടങ്ങൾ, ഇതിലൂടെ ഇങ്ങനെ ജീവിച്ചു പോവുകയും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച്, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെക്കുറിച്ച്, നമ്മുടെ ജീവിത പരിസരങ്ങളെക്കുറിച്ച് വലിയ ആലോചനകൾ നടക്കാതെ പോവുകയും ചെയ്യുന്നു എന്നതാണ് ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നതിൻ്റെ വഴി. തൊട്ടും മുന്നിലുള്ള ഓരോ നിമിഷങ്ങളെയും ആനന്ദകരമായി ആസ്വദിക്കുകയും തൊട്ടുമുന്നിലുള്ള ഓരോ നിമിഷങ്ങളെയും ആസ്വാദ്യകരമായി അനുഭവിക്കുകയും കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷാർദ്ധങ്ങളെയും അതിൻ്റെ അർത്ഥതലങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുകയും അതിനെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണമാകുന്നത്. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ചോദിക്കും, ആരാണ് മനുഷ്യൻ? എന്താണ് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ താല്പര്യം? ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കാണാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ ജീവിക്കുന്നത് എന്ന്. നിങ്ങളൊരു തെരുവിൽ പോയി ഇങ്ങനെ നിൽക്കുക. നിങ്ങളൊരു തെരുവിൽ പോയി നിൽക്കുക. എന്തിനു നിൽക്കണം? വെറുതെ നിൽക്കണം. ഒരു തെരുവിൽ വെറുതെ പോയി നിൽക്കുക. എന്നിട്ട് ചുറ്റും കണ്ണടച്ചു നോക്കുക. നിങ്ങളുടെ മുന്നിലുള്ള കാഴ്ചകളെ മറച്ചുകൊണ്ട്, കണ്ണടച്ചു പിടിച്ചുകൊണ്ട് ചുറ്റും നിങ്ങളിങ്ങനെ നോക്കുക. ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന്, ചുറ്റുമുള്ള ഒച്ചകളെ, ചുറ്റുമുള്ള ശബ്ദങ്ങളെ, അവിടെ കേൾക്കുന്ന ഓരോ ചലനങ്ങളെയും നിങ്ങളിങ്ങനെ നിരീക്ഷിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില വിചാരങ്ങളുണ്ട്. ഭൂമിയിലെ വിഭവങ്ങളുടെ വിന്യാസത്തിൽ ഏറിയും കുറഞ്ഞും ലഭിച്ച മനുഷ്യരുണ്ടാകും നമ്മുടെ ചുറ്റും. നമ്മുടെ അത്രയും ലഭിക്കാത്ത മനുഷ്യർ, നമ്മളെക്കാൾ കൂടുതൽ ലഭിച്ച മനുഷ്യർ, വേദനകൾ തിന്ന് ജീവിക്കുന്ന മനുഷ്യർ, യാതനകൾ അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യർ, ദാരിദ്ര്യം കൊണ്ട് പൊറുതി കൂട്ടുന്ന മനുഷ്യർ, വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ. ഇങ്ങനെ ചുറ്റുമുള്ള മനുഷ്യരെ കാണുമ്പോഴാണ് വീണ്ടും ഞാൻ ആരാണ് എന്ന വിചാരത്തിലേക്ക് നമ്മളിങ്ങനെ വരിക. അപ്പോഴായിരിക്കും എന്താണ് നമ്മുടെ ഇഷ്ടം, എന്തായിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ, എന്തായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ, എന്തായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ, എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ താല്പര്യങ്ങൾ എന്ന ആലോചനയിലേക്ക് നമ്മളിങ്ങനെ വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിക്കും നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്? നമ്മൾ അപരനെ ഇഷ്ടപ്പെടുക എന്ന് പറയാറുണ്ട്, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുക എന്ന് പറയാറുണ്ട്, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ തൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റുക എന്ന് പറയാറുണ്ട്. അപ്പോൾ പോലും സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ചുകൊണ്ട്, സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നത് ഒരു പ്രയാസകരമായ അവസ്ഥയായി ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ശരിക്കും കുറെ കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങി ആലോചിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കുക, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്നിടത്ത് പോലും അത് സ്വന്തം ഇഷ്ടം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 2 പൂച്ചക്കുഞ്ഞുങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ 2 പേർ ചേർന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 പൂച്ചക്കുഞ്ഞുങ്ങളെ കാണുന്നു. ഒരു കറുത്ത പൂച്ചക്കുഞ്ഞ്, ഒരു വെളുത്ത പൂച്ചക്കുഞ്ഞ്. അതിൽ നിങ്ങളിൽ ഒരാൾക്ക് അതിൽ വെളുത്ത പൂച്ചക്കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരന് ആ കറുത്ത നിറമുള്ള പൂച്ചക്കുട്ടിയെ ഇഷ്ടമാകുന്നു. നിങ്ങൾ പറയും ആ പൂച്ചക്കുട്ടിയോടുള്ള സ്നേഹമാണ് നിങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് എന്ന്. എന്നാൽ നിങ്ങൾ അതിൻ്റെ മറുതലം ആലോചിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ വെളുത്ത പൂച്ചക്കുട്ടിയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുക? അതിന് മറ്റൊരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ ആകാരത്തിൽ വ്യത്യാസങ്ങളില്ല, അതിൻ്റെ സൗന്ദര്യത്തിൽ വ്യത്യാസമില്ല, അതിൻ്റെ നിറത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഇഷ്ടം എന്തായിരുന്നു? നിങ്ങളുടെ ഇഷ്ടം വെള്ള നിറമെന്ന നിങ്ങളുടെ ഇഷ്ടമാണ് വെളുത്ത പൂച്ചക്കുട്ടിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ ആ പൂച്ചക്കുട്ടിയോടുള്ള ഇഷ്ടമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടമാണത്. മറ്റേയാൾക്ക് കറുത്തതിനോട് തോന്നിയ സ്നേഹമല്ല, പകരം അയാളുടെ മനസ്സിൽ കറുപ്പിനോടുള്ള ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. തുടർന്ന് നിങ്ങൾ നടത്തുന്ന സ്നേഹപ്രകടനങ്ങൾ, ആ പൂച്ചക്കുഞ്ഞിനെ നിങ്ങളിങ്ങനെ വാത്സല്യത്തോടെ വാരിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ പൂച്ചക്കുഞ്ഞിനോടുള്ള സ്നേഹമല്ല, പകരം അത് നിങ്ങളുടെ മനസ്സിലുള്ള ആ വെളുത്ത നിറത്തോടുള്ള ഒരു വല്ലാത്ത ആഭിമുഖ്യമാണ്. ശരിക്കും നിങ്ങൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നിടത്ത് പോലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അകത്തുള്ള ഇഷ്ടങ്ങളെ നിങ്ങളിങ്ങനെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്.
ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാം. ഒരു ചിത്രശലഭം എപ്പോഴാണ് ഏറ്റവും ആനന്ദകരമായ ജീവിതം നയിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ ആ ചിത്രശലഭം അതിൻ്റെ തൊട്ടടുത്ത നിമിഷങ്ങളെ ഇങ്ങനെ പ്രണയിക്കുന്നു എന്നതാണ്. അതിൻ്റെ തൊട്ടു മുന്നിലുള്ള നിമിഷങ്ങളെ, ഇനി ഏറെക്കാലം ജീവിക്കാനില്ല എന്ന ആഗ്രഹത്തോടെ തൊട്ടു മുന്നിലുള്ള നിമിഷങ്ങളെ അത് ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ആ ഇഷ്ടങ്ങളാണ് അതിൻ്റെ സൗന്ദര്യമായി ഇങ്ങനെ വിടർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഇഷ്ടങ്ങളാണ് നമുക്ക് കാണുമ്പോൾ വലിയ സൗന്ദര്യമുള്ള, നമുക്ക് സന്തോഷം പകരുന്ന, നമുക്ക് ആനന്ദം പകരുന്ന ഒരു രൂപമായി മാറുന്നത്. നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക്, നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് ആനന്ദകരമായ സൗന്ദര്യമായി അവർക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ സ്വന്തത്തെ സ്നേഹിക്കണം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയണം, ആ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ കഴിയണം. അങ്ങനെ പകർന്നു കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ, ആ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുകയും മറ്റുള്ളവരുടെ വേദനകളെ ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനായി തീരുക. മറ്റുള്ളവരുടെ വേദനകളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന അവരുടെ വേദനകളെ ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ മനോവ്യതകളെ, അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ, അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെ തിരിച്ചറിയുകയും അത് നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരാനന്ദമുണ്ട്. ഒരിക്കലൊരു സദസ്സിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയാണ്, ഇതാ ഇനി കടന്നു വരുന്നയാൾ സ്വർഗാവകാശിയാണ്, ഇനി കടന്നു വരുന്നയാൾ സ്വർഗാവകാശിയാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരായിരിക്കും ഇനി കടന്നു വരിക. അപ്പോൾ ഒരാൾ കടന്നു വന്നു, ഒരു അൻസാരിയായ സ്വഹാബി വരെയും കടന്നു വന്നു. തൊട്ടടുത്ത ദിവസവും സമാനമായി തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ സദസ്സിലേക്ക് അടുത്തതായി കടന്നു വരുന്നയാൾ അദ്ദേഹം സ്വർഗത്തിലായിരിക്കും. കടന്നു വരുന്നു, അതേ മനുഷ്യൻ തന്നെ കടന്നു വരുന്നു. സ്വഹാബത്ത് ഇങ്ങനെ ആകാംക്ഷഭരിതനായി ആരായിരിക്കും വരുന്നത് എന്ന് നോക്കി നിൽക്കുമ്പോൾ അതേ മനുഷ്യൻ കടന്നു വരുന്നു. ഇതേ സംഭവം തൊട്ടടുത്ത ദിവസവും ആവർത്തിക്കുന്നു, അതേ മനുഷ്യൻ കടന്നു വരുന്നു. കൂട്ടത്തിൽ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് തോന്നുന്നത്, ഒരു സഹാബി വര്യൻ. ഇതറിയണമല്ലോ, എന്താണ് ഇതിൻ്റെ രഹസ്യം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ തർക്കമില്ല. എന്തായിരിക്കും അതിൻ്റെ രഹസ്യം എന്നറിയാൻ വേണ്ടി ഈ സ്വഹാബിയുടെ കൂടെ, ഈ അൻസാരിയായ സ്വഹാബിയുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഞാൻ ഇന്നിവിടെ കഴിഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായും ആതിഥേയനായി ഈ സ്വഹാബിയെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുന്നു ആ അൻസാരിയായ സ്വഹാബി. കുറേ സമയം കൂടെ കഴിഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി കാണുന്നില്ല. ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ അൻസാരിയായ സ്വഹാബിയോട് പറഞ്ഞു, സത്യം പറയാലോ, ഞാൻ വന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും നിങ്ങൾ കടന്നു വരുന്നതിൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, അതാ ഇനി വരുന്ന മനുഷ്യൻ അദ്ദേഹം സ്വർഗത്തിലാണ്. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ എന്തായിരിക്കും അതിൻ്റെ താല്പര്യം എന്നറിയാൻ വേണ്ടി ആ കൂട്ടത്തിലൊരാളായ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയതാണ്, മറ്റൊന്നുമല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി വര്യൻ മനസ്സ് തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം എൻ്റെ അടുത്ത് അമാലുകളൊന്നുമില്ല, സൽക്കർമ്മങ്ങൾ അധികമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കാര്യം എനിക്ക് ഈ ലോകത്തെ ഒരു മനുഷ്യനോടും വെറുപ്പില്ല എന്നതാണ്. എനിക്കൊരു മനുഷ്യനോടും വെറുപ്പില്ല. ഒരാളെക്കുറിച്ചും എൻ്റെ മനസ്സിൽ വിദ്വേഷമോ വെറുപ്പോ പകയോ അസൂയയോ ഒരു തരത്തിലുള്ള മനോവ്യതകളും എന്നെ അലട്ടുന്നില്ല മറ്റൊരാളെക്കുറിച്ച്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് മതി. അത് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു ഉദാഹരണമുണ്ടതിൽ. മറ്റുള്ളവരെക്കുറിച്ച് വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, പകരം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടമായി മാറാൻ ആഗ്രഹിക്കുന്ന, അവരുടെ വിഷമങ്ങളെ സ്വന്തം വിഷമങ്ങളായി കാണാൻ ആഗ്രഹിക്കുന്ന, അത് പരിഹരിക്കുന്നതിലൂടെ എൻ്റെ ജീവിതം സാർത്ഥകമാകുമെന്ന് ചിന്തിക്കുന്ന. നമ്മൾ നോക്കൂ, സ്വഹാബികളിൽ എത്ര ഉദാഹരണങ്ങൾ നമുക്കിത് കാണാൻ പറ്റും. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവുകളിലൂടെ സഞ്ചരിച്ചത് എന്തിനായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ അകറ്റാൻ. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. സ്വഹാബികളിൽ ധനാഢ്യരായിരുന്ന മനുഷ്യർ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുകയാണ്. തോട്ടങ്ങൾ അങ്ങനെ തന്നെ ദാനം ചെയ്യുകയാണ്. കിണറുകൾ അങ്ങനെ തന്നെ കുഴിച്ച് ദാനം ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ
ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു. ആ ആയത്ത് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടം ദാനം ചെയ്യുകയാണ്. നിങ്ങൾ ചെലവഴിക്കണം. എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? നിങ്ങളുടെ ഏറ്റവും അധികം ഇഷ്ടങ്ങളെ, നിങ്ങൾ മനസ്സാ ആഗ്രഹിച്ചു പോയ, നിങ്ങളിങ്ങനെ വലിയ സ്വപ്നങ്ങളായി പേറി നടക്കുന്ന നിങ്ങളുടെ സന്തോഷങ്ങളെ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങളെടുത്ത് ചെലവഴിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഇഷ്ടങ്ങളെ അങ്ങനെ തന്നെ ഷെയർ ചെയ്യാൻ നമ്മുടെ പ്രമേയം എന്താണ്? ഷെയർ ലൈക്സ് എന്നാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ പ്രമേയത്തിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്, അബൈഡ് ആൻഡ് ലൈക്സ്. വൈവിധ്യങ്ങളെ ഇങ്ങനെ രാപ്പാർക്കുക, വൈജാത്യങ്ങളെ പുണരുക, അതിൽ ജീവിക്കുക. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള വൈവിധ്യങ്ങളുടെ ഒരു ലോകമുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നു. അവിടെ എത്ര നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. ലോകത്തെ എല്ലാ പൂക്കൾക്കും ഒരു നിറമായിരുന്നുവെങ്കിൽ, ലോകത്തെ എല്ലാ ചെടികൾക്കും ഒരേ ആകാരമായിരുന്നുവെങ്കിൽ, ലോകത്തെ എല്ലാ ഗ്രാമങ്ങൾക്കും ഒരേ ചാരുതയായിരുന്നുവെങ്കിൽ എന്ത് സൗന്ദര്യമാണ് ഈ ലോകത്തിനുണ്ടാവുക. എന്നാലും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം എന്താണ്? അപ്പോൾ നിങ്ങളൊരു ഉത്തരം പറയും. നിങ്ങളുടെ ഇഷ്ടമുള്ള നിറം വെളുപ്പാണെങ്കിൽ അതിനർത്ഥം മറ്റു നിറങ്ങളെയെല്ലാം നിങ്ങൾ എന്താ ചെയ്യുക? മറ്റു നിറങ്ങളെയെല്ലാം നിങ്ങൾ വെള്ള പൂശി മായ്ച്ചു കളയുമോ? നിങ്ങൾക്കിഷ്ടമുള്ള നിറം, നിങ്ങൾക്കിഷ്ടമുള്ള പൂവ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അത് റോസാപ്പൂവാണ് എന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമായിരിക്കും. അതിനർത്ഥം എന്താണ്? മറ്റു പൂക്കളെയെല്ലാം നിങ്ങൾ പിഴുതെറിഞ്ഞു കളയുമോ? നിങ്ങൾക്കിഷ്ടമുള്ള ഗ്രാമം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഗ്രാമം നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിനർത്ഥം എന്താണ്? മറ്റു ഗ്രാമങ്ങളെയെല്ലാം നിങ്ങൾ വെറുക്കുമെന്നാണോ? നിങ്ങൾക്കിഷ്ടമുള്ള കൂട്ടുകാരനാരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ ഉദാഹരിക്കാൻ പറ്റും. അതിനർത്ഥം എന്താണ്? മറ്റുള്ള കൂട്ടുകാരോടൊക്കെ നിങ്ങൾക്ക് വെറുപ്പായിരിക്കണമെന്നാണോ? എന്താണ് ഇഷ്ടം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം? ഇഷ്ടത്തിൻ്റെ നേരെ വിപരീതം എന്താണ്? ഇഷ്ടത്തിൻ്റെ നേരെ വിപരീതം അനിഷ്ടമാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി നമ്മൾ കണ്ടെത്തണം. ഇഷ്ടമില്ലായ്മ എന്ന് പറയുന്നത് അനിഷ്ടമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. വെറുപ്പിനെ ഒരു പ്രമേയമായി കൊണ്ട് നടക്കുന്ന, അപരവിദ്വേഷത്തെ ഒരു പ്രമേയമായി ഉൾക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. രാജ്യത്തെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോഴും ആ വൈവിധ്യങ്ങളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഏകശിലാത്മകമായ ഒരു വ്യവസ്ഥ ഇവിടെ രൂപപ്പെടണം എന്ന് പറയുന്നവരുടെ ഇടയിലാണ് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾക്കൊരു ആശയമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റാശയങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെടണമെന്നാണോ? നിങ്ങൾക്കൊരു മതമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു മതങ്ങൾ വിശ്വസിക്കുന്ന, ആ മതങ്ങൾ ആചരിക്കുന്ന, ആ മതങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ മുഴുവൻ നശിച്ചു പോകണമെന്നാണോ? നിങ്ങൾക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതര പ്രത്യയശാസ്ത്രങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ നിഷ്കാസനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കലാണോ? നിങ്ങൾക്കൊരു ശരിയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു പലരും ഉൾക്കൊള്ളുന്ന പലതരം ശരികളെ മുഴുവൻ നിങ്ങൾ അടച്ചാക്ഷേപിക്കണമെന്നാണോ? ആ ശരികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യപ്പെടും വരെ നിങ്ങൾ പോരാടണമെന്നാണോ? ഈ ചോദ്യങ്ങളുടെ മുഴുവൻ ഉത്തരങ്ങളെ ക്യാമ്പസുകൾ നിരന്തരമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ക്യാമ്പസ് വിദ്യാർത്ഥികൾ എന്നത് തന്നെ ഒരു തലമുറയുടെ പ്രതീക്ഷയാണ്. നാളെ ഈ രാജ്യം എന്താകുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. ഈ രാജ്യത്ത് വിദ്യാർത്ഥികളുണ്ട് എന്നതാണ് അതിൻ്റെ ഉത്തരം. ഈ രാജ്യത്ത് എത്ര കലുഷിതമാക്കാൻ ശ്രമിച്ചാലും, എത്രയധികം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാലും അവസാനം പ്രതീക്ഷയുടെ ഒരു ഉത്തരമുണ്ട്. ആ പ്രതീക്ഷയുടെ ഉത്തരം വളർന്നു വരുന്നൊരു തലമുറയാണ്. ആ തലമുറയുടെ ചിന്തകളാണ്, ആ തലമുറയുടെ ആലോചനകളാണ്, ആ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങളാണ്, ആ തലമുറ വിതരണം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ്. ഈ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളെ തുടച്ചു നീക്കാൻ അതുതന്നെയാണ് ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വളരെ പവിത്രമായ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ ഒരു മുസ്ലിം വിദ്യാർത്ഥി നമ്മളെങ്ങനെ ഉൾക്കൊള്ളണം എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം, രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം, രാജ്യത്തിൻ്റെ ഉൾക്കൊള്ളൽ സ്വഭാവം,
നാനാവിധ വൈവിധ്യങ്ങൾക്കിടയിൽ നിന്നും ഇന്ത്യ എന്ന ഒരു ഏകകത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളതിനെ മുഴുവൻ തള്ളുക എന്നല്ല. നിങ്ങളൊരു പൂവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റു പൂക്കളെ മുഴുവൻ പിഴുതെറിഞ്ഞു കളയുക എന്നല്ല, മറിച്ച് മറ്റുള്ള പൂക്കളെ കൂടി ഇഷ്ടപ്പെടുക എന്നതാണ്. ആ പൂക്കൾ കൂടി ഉണ്ടാകുമ്പോഴാണ് ആ പൂക്കളിൽ ഏറ്റവും സൗരഭ്യമുള്ളതായി നിങ്ങൾക്ക് ഈ പൂവിനെ കാണാൻ കഴിയുന്നത്. മറ്റു നിറങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ നിറങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം ഏറ്റവും മനോഹരമായ നിറമായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കുറേ ആശയങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ആശയം ഏറ്റവും പവിത്രമാണ് എന്ന് ആത്മാഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. എന്താണ് നമ്മുടെ മതേതരത്വം? നമ്മുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു മതവും ഇവിടെ ആവശ്യമില്ല എന്നാണോ? നമ്മുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ മതം മാത്രമാണ് ശരി, മറ്റുള്ള മതങ്ങളെല്ലാം തെറ്റാണ് എന്ന് വിശ്വസിക്കാതിരിക്കലാണോ? മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് വിചാരിക്കലാണോ? പലപ്പോഴും ഉണ്ടാകുന്നൊരു ഒരു 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 തരം വൈരുദ്ധ്യാത്മകമായ ഒരു സംശയമാണ് എന്താണ് മതേതരത്വം എന്നത്. ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനോഹരമായൊരു ആശയമുണ്ട്. ആ ആശയം എന്താണ്? അത് ഉൾക്കൊള്ളലിൻ്റെ ആശയമാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ, തർക്കത്തിനില്ല, ഞങ്ങൾ സ്നേഹ സംസാരങ്ങൾക്ക് മാത്രമാണുള്ളത്. സംസാരിക്കും, ഞങ്ങൾ ആശയങ്ങൾ പറയും, സംവദിക്കും. നമുക്ക് സംവദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ആലോചിക്കാം, നമുക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാം. പക്ഷേ ഏറ്റുമുട്ടലിനില്ല. എന്തിനാണ് ഏറ്റുമുട്ടുന്നത്? ഏറ്റുമുട്ടുന്നത് ശരീരങ്ങൾ തമ്മിലാണ്. നമ്മുടെ തർക്കം അതല്ലല്ലോ. നമ്മൾ സംവാദം, നമ്മുടെ ആശയങ്ങൾ തമ്മിലാണ് തർക്കിക്കുന്നത്. ആശയങ്ങൾ തമ്മിൽ തർക്കിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവുകൾ തമ്മിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതാണ് ഉൾക്കൊള്ളലിൻ്റെ പ്രത്യയശാസ്ത്രം. ഒരിക്കൽ പോലും അത് തർക്കത്തിലേക്ക് വഴുതി വീഴുന്നില്ല. എപ്പോഴാണോ അത് തർക്കത്തിലേക്ക് വഴുതി വീഴുന്നത്, അപ്പോൾ നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം എന്നതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം വിദ്യാർത്ഥി മറ്റുള്ളവരെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മതേതരനാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ മുസ്ലിം ആയിരിക്കെ തന്നെ നിങ്ങൾ മതേതരനായിരിക്കുന്നു. ഈ രാജ്യത്ത് ജീവിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളെ, വ്യത്യസ്ത ആശയങ്ങൾ പുലർത്തുന്നവരെ, വ്യത്യസ്ത ജീവിത ശൈലികൾ പുലർത്തുന്നവരെ, വ്യത്യസ്ത ആചാരങ്ങൾ പുലർത്തുന്നവരെ, വ്യത്യസ്ത ആരാധനാ രീതികൾ സ്വീകരിക്കുന്നവരെ, വ്യത്യസ്ത തരത്തിലുള്ള പ്രകടനങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ജീവിത ആശയങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളെ എല്ലാവരെയും ഉൾക്കൊള്ളുക, അവരെയൊക്കെയും മനുഷ്യരായി ഉൾക്കൊള്ളുക, അവരോടൊക്കെയും സ്നേഹത്തോടെ പെരുമാറുക, അവരെ മുഴുവൻ മനുഷ്യനെന്ന ഏകകത്തിൽ ഒന്നായി കാണുക എന്നത് പൂർത്തിയാകുമ്പോഴാണ് നിങ്ങളുടെ മതം പൂർത്തിയാകുന്നത്. തൊട്ടടുത്ത് ജീവിക്കുന്ന മനുഷ്യൻ, നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിനർത്ഥം അവൻ്റെ മതം നോക്കി, അവൻ്റെ ആശയം നോക്കി അവനെ സമീപിക്കണമെന്നല്ലല്ലോ. പകരം മനുഷ്യൻ എന്ന അർത്ഥത്തിൽ, ഇത് മനുഷ്യരിലേക്ക് മാത്രമല്ല, മഹാനായ റിഫായി തങ്ങളെയൊക്കെ അനുസ്മരിക്കുന്ന സമയമാണ്. ചുറ്റുമുള്ള ജീവജാലങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക്, ചുറ്റും വസിക്കുന്ന ജീവികളെ ഓരോന്നിനെയും, പേബിടച്ച് കിടക്കുന്ന പട്ടികളെ, കാലുമുറിഞ്ഞു കിടക്കുന്ന ജീവജാലങ്ങളെ, പൂച്ചകളെ, പട്ടികളെയൊക്കെ എടുത്തുകൊണ്ടുവന്ന് കൂര കെട്ടി, തമ്പ് കെട്ടി, അതിനിടയിൽ ചികിത്സിച്ച് ശുശ്രൂഷിച്ച് അവയെ രോഗം ഭേദമാക്കി വീണ്ടും തെരുവിലേക്ക് തന്നെ സ്നേഹപൂർവ്വം പറഞ്ഞയക്കുന്ന സൂഫികൾ ജീവിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് മതം? മതം എന്ന് പറയുന്നത് അപരനെ അറിയൽ കൂടിയാണ്. അങ്ങനെ അപരനെ അറിയുകയും തൻ്റെ ഉള്ളിലുള്ള ആശയത്തെ, ആ സ്നേഹമസൃണമായ ആ ആശയ ലോകത്തെ ഇങ്ങനെ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ, മതത്തെ ഇങ്ങനെ ആചരിക്കുമ്പോൾ, അത് മറ്റുള്ളവരിലേക്ക് പടർന്നു കയറുമ്പോൾ അപ്പോൾ വിടരുന്ന സൗരഭ്യമാണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്, ആ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവിന് നിങ്ങൾ നന്നായി നനച്ച് ചുറ്റുമുള്ള പൂക്കളുടെ ഇടയിൽ ആ പൂവിൻ്റെ മനോഹാരിത പ്രകടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ആ പൂവിൻ്റെ മനോഹാരിതയിൽ നിന്ന്, അതിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന്, അതിൻ്റെ തേൻകണങ്ങളിൽ നിന്ന് നുകർന്നുകൊണ്ട് മറ്റുള്ളവർ കൂടി ആ പൂവിനെ തന്നെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതാണ് നിങ്ങളുടെ ആശയത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ നിങ്ങളൊരു മതേതരത്വം എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ, ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു നല്ല മുസ്ലിമായി ജീവിക്കുക എന്നതുകൂടിയാണ്. ക്യാമ്പസിൽ നിങ്ങളുടെ ഇസ്ലാമികമായ ആചാരങ്ങളെല്ലാം മാറ്റിവെക്കുക, നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം മാറ്റിവെക്കുക, ളുഹറിന് ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോവാതിരിക്കുക, മറ്റുള്ളവർ ആചരിക്കുന്ന ആചാരങ്ങളിലെല്ലാം നിങ്ങൾ ഇഴുകിച്ചേരുക. അങ്ങനെയാണ് എൻ്റെ മതേതരത്വം ഞാൻ പ്രകടിപ്പിക്കേണ്ടത് എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. നിങ്ങൾ മുസ്ലിമായി ജീവിക്കുക,
എന്നത് തന്നെയാണ് നിങ്ങളൊരു മതേതരനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മുസ്ലിമായി ജീവിക്കുന്നതോടുകൂടി നിങ്ങൾ എല്ലാവരെയും ഉൾക്കൊണ്ട് കഴിഞ്ഞു. മുസ്ലിമായി ജീവിക്കുന്നതോടുകൂടി നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ പരിസരത്തുള്ള ഹിന്ദുവായ, ക്രിസ്ത്യാനിയായ, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത നിങ്ങളുടെ കൂട്ടുകാരനായി പരിഗണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. മതത്തെ മാറ്റിവെക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹിക്കാൻ മറ്റൊരു വഴി തേടേണ്ടി വരുന്നത്. മതമുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. മനുഷ്യനെ സ്നേഹിക്കുക, അടിസ്ഥാനപരമായി മനുഷ്യനെ സ്നേഹിക്കുക. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവൻ വഴികേടിലാവുന്ന ഏത് ഘട്ടത്തെ പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവന് പ്രയാസം ഉണ്ടാകുന്ന, അതവൻ്റെ ശരീരത്തിനാവട്ടെ അവൻ്റെ മനസ്സിനാവട്ടെ, അതേതെങ്കിലും തരത്തിൽ ദുഷിച്ചു പോകുന്ന എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇടപെടുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട സംഘടനാ പ്രവർത്തനം. അതാണ് SSF. തെറ്റുകളെ കാണുമ്പോൾ മോനെ അത് തെറ്റാണ്, അരുതായ്മകളെ കാണുമ്പോൾ അത് ശരിയല്ല കേട്ടോ എന്ന് പറയാനുള്ള മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ, ഒരു തിന്മയെ കാണുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാൻ, അതിനെ സ്നേഹപൂർവ്വം നിരസിക്കാൻ, അതിനെ സ്നേഹപൂർവ്വം തടയാൻ, ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരനെ കാണുമ്പോൾ അവനെ വളരെ സ്നേഹത്തോടുകൂടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഏതെങ്കിലും തരത്തിൽ സ്വന്തം ശരീരത്തെയോ അവൻ്റെ ചിന്താലോകത്തെയോ അവൻ്റെ ആശയങ്ങളെയോ അവൻ്റെ പഠനത്തെയോ അവൻ്റെ വ്യക്തി ജീവിതത്തെയോ പിറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും സ്വഭാവവിശേഷങ്ങൾ കാണുമ്പോൾ വേണ്ടട്ടോ എന്ന് സ്നേഹപൂർവ്വം പറയാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ സ്നേഹം, അതാണ് നിങ്ങളുടെ മതം. നിങ്ങൾക്ക് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഫൽയുഹിബ്ബുൽ മർഅ, നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കൂ എന്നാണ്. നിങ്ങൾ ഈമാനിൻ്റെ മാധുര്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ മതത്തിൻ്റെ സൗന്ദര്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു നല്ല വിശ്വാസിയായി ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കൂ, ചുറ്റുമുള്ളവരെ സ്നേഹിക്കൂ. നിങ്ങൾ ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളൂ. ചുറ്റുമുള്ള മനുഷ്യർ, കറുത്തവനുണ്ടാകും, വെളുത്തവനുണ്ടാകും, നീളം കുറയവനുണ്ടാകും, നീളം കൂടിയവനുണ്ടാകും, തടിച്ചവനുണ്ടാകും, സംസാരിക്കാൻ അത്ര വൈഭവമില്ലാത്തവനുണ്ടാകും, വലിയ സൗന്ദര്യമില്ലാത്തവനുണ്ടാകും, ചിലപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ഇഷ്ടം തോന്നാത്ത മനുഷ്യരുണ്ടാകും, പലതരത്തിലുള്ള ശൈലികളുള്ള മനുഷ്യരുണ്ടാകും, പല ഭാഷകളുള്ള മനുഷ്യരുണ്ടാകും, പലതരം ഭക്ഷണ രീതികളുള്ള മനുഷ്യരുണ്ടാകും, പലതരത്തിലുള്ള ജീവിത ശൈലികളുള്ള മനുഷ്യരുണ്ടാകും, പലതരം വിശ്വാസങ്ങളുള്ള മനുഷ്യരുണ്ടാകും. ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസവുമായി അത് പൊരുത്തപ്പെടുന്നുണ്ടാവില്ല, നിങ്ങളുടെ ആശയവുമായി തുലവും പൊരുത്തപ്പെടുന്നുണ്ടാവില്ല. അപ്പോഴും വെറുക്കരുത് ആ മനുഷ്യരെ, അപ്പോഴും അവനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കരുത്, അവനെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാരനായി മാറാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ അകത്തുള്ള പ്രകാശത്തെ അവനിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ അകത്തുള്ള നിങ്ങളുടെ മനോഹരമായ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിങ്ങളെ ഇങ്ങനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ വെളിച്ചത്തെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. അതിന് നിങ്ങളിങ്ങനെ ഇരുമ്പ് മറകൾക്കുള്ളിൽ അടച്ചിടരുത്. അതിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുക. അതിൻ്റെ സൗന്ദര്യം മറ്റുള്ളവർ അനുഭവിക്കട്ടെ. ഒരു മനോഹരമായ പൂന്തോട്ടം എപ്പോഴാണ് മനോഹരമായ പൂന്തോട്ടമാകുന്നത് എന്ന് ചോദിച്ചാൽ, ആ മനോഹരമായ പൂന്തോട്ടത്തിന് ചുറ്റും ഉയരമുള്ള കൺമതിലുകൾ കെട്ടുമ്പോഴല്ല. ഒരു പൂന്തോട്ടമുണ്ടാകുന്നു, അതിനു ചുറ്റും വലിയ മതിലുകൾ തീർക്കുന്നു. ആ മതിലുകൾക്ക് ചുറ്റും പോകുന്ന മനുഷ്യർ മതിൽ മാത്രം കാണുന്നു. അവർക്കകത്തുള്ള പൂക്കളെ കാണാൻ പറ്റുന്നില്ല, അവർക്കകത്തുള്ള ചെടികളെ കാണാൻ പറ്റുന്നില്ല, അവർക്കകത്തുള്ള തേനൂറുന്ന പുഷ്പങ്ങളെ കാണാൻ പറ്റുന്നില്ല, അവർക്ക് അവിടെയുള്ള സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നില്ല. അത് ആ മതിലിനുള്ളിൽ മാത്രം തളച്ചെടുക്കപ്പെടുന്നുവെങ്കിൽ എവിടെയാണ് ആശയ കൈമാറ്റങ്ങൾ സാധ്യമാകുന്നത്? പകരം നിങ്ങളുടെ മതിലുകളുടെ ഉയരം കുറയ്ക്കുക, നിങ്ങൾ വശ്യമായി സംസാരിക്കുക. ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ, കലാലയങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണുമ്പോൾ സ്നേഹത്തോടെ പുഞ്ചിരിക്കുക. സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമേയമാണ്. ഒരു പ്രമേയവും SSFന് ഒരു കാലത്തേക്കുള്ളതല്ല. ഓരോ പ്രമേയവും SSF ഓരോ കാലത്തും ഉയർത്തിവിടുന്ന ഉജ്ജ്വലമായ ആശയങ്ങളാണ്. സ്നേഹിക്കുക, പുഞ്ചിരിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, കൂട്ടുകാരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൂ. അത് പുണ്യമാണ്, അത് ധർമ്മമാണ്, അതൊരു ചാരിറ്റിയാണ്. ഇതാണ് SSFകാരെ നമ്മുടെ ആശയം. ക്യാമ്പസുകളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണുമ്പോൾ കറുത്ത മുഖങ്ങളുമായി നമ്മൾ നടക്കരുത്, മസിൽ പിടിച്ച മുഖങ്ങളുമായി നമ്മൾ നടക്കരുത്. വളരെ സ്നേഹത്തോടുകൂടി ഇടപഴകുക.
നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, സംസാരിച്ചു കൊണ്ടേയിരിക്കുക, നമ്മുടെ ആശയങ്ങളെ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങൾ അതിങ്ങനെ വേര് പിടിച്ച് വളർന്ന്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ പൂവ് അങ്ങനെ തന്നെ പിഴുതെറിഞ്ഞ്, ആ ചെടി അങ്ങനെ തന്നെ പിഴുതെടുത്ത് ഈ മതിലിനപ്പുറത്തേക്ക് പ്രതിഷ്ഠിച്ചു കൊടുക്കലല്ല ഈ പൂവിൻ്റെ സൗന്ദര്യം അപ്പുറത്തേക്ക് ആസ്വദിപ്പിക്കാനുള്ള വഴി. പകരം ഈ ഗ്രൗണ്ടിൽ, ഈ പൂന്തോട്ടത്തിനകത്ത്, ഈ മണ്ണിൽ വേരുകൾ പിടിപ്പിച്ച് അതിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് വളർന്ന് വലുതായി ഈ മതിലിനപ്പുറത്തേക്ക് വളർന്ന് ആ മതിലിന് ചുറ്റും പുറത്തു നിന്ന് പോകുന്ന ഓരോ മനുഷ്യരെയും, ഓരോ പൂമ്പാറ്റുകളെയും, ഓരോ പറവകളെയും, ഓരോ ജീവജാലങ്ങളെയും ആ പൂവിലേക്ക് ആകർഷിക്കാൻ മാത്രമുള്ള ഔന്നിത്യം സംഭരിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ മതം എന്ന അടിത്തറയിൽ, ഇസ്ലാം എന്ന അടിത്തറയിൽ വേരൂന്നി നിന്നുകൊണ്ട് അജയ്യമായ അഭിമാനമുള്ള ഈ ആശയലോകത്ത് അവിടെ ഇങ്ങനെ അടിയുറച്ച് നിന്ന്, അവിടെ വേര് പിടിപ്പിച്ച് അതിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് നമ്മളിങ്ങനെ മനോഹരമായി പുഞ്ചിരിക്കുന്ന പുഷ്പങ്ങളായി വിടർന്നു നിൽക്കണം. ഈ മതിലിനപ്പുറത്തുള്ള ഇസ്ലാം എന്ന ഈ ബൗണ്ടറിക്കപ്പുറത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഈ മതത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക്, ഇസ്ലാമിൻ്റെ വശ്യതയിലേക്ക് നമുക്കിങ്ങനെ ആകർഷിക്കാൻ കഴിയണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ പൂർണ്ണതയാണ്. അതാണ് അഹ്ലുസുന്ന. SSFകാരനാവുക എന്ന് പറഞ്ഞാൽ ഈ മഹോന്നതമായ ആശയങ്ങളെ നിങ്ങൾ പുലർത്തുക എന്നതാണ്. SSF എന്നത് സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയല്ല. SSF എന്ന് പറയുന്നത് നമുക്കൊരു സംഘടന വേണമല്ലോ എന്ന ആലോചനയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു ആശയമല്ല. SSF എന്ന് പറയുന്നത് ഈ സ്നേഹത്തെക്കുറിച്ചാണ്. SSF എന്ന് പറയുന്നത് ഈ മനോഹരമായ ആശയത്തെക്കുറിച്ചാണ്. SSF എന്ന് പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ സൗന്ദര്യ പ്രവാഹത്തെക്കുറിച്ചാണ്. SSF എന്ന് പറയുന്നത് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ വെളിച്ചത്തിൻ്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ തെളിച്ചത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ചാണ്. അങ്ങനെ ജീവിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അങ്ങനെ പുഞ്ചിരിച്ച് ജീവിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയുമോ നിങ്ങൾക്ക്? അങ്ങനെ സ്നേഹത്തോടുകൂടി മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ആശയങ്ങളെ ഉൾവഹിച്ചുകൊണ്ട് അതിൻ്റെ ആശയത്തിൻ്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ SSFകാരനായി മാറുന്നുണ്ട്. ഈ SSFനെ ക്യാമ്പസിൽ ജീവിപ്പിച്ച് നിർത്തുക. ക്യാമ്പസിൽ മാത്രമല്ല, ജീവിതകാലത്തുടനീളം നമ്മൾ അതിനെ ഇങ്ങനെ ആചരിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പൂമ്പാറ്റയുടെ ജീവിതം. ഓരോ നിമിഷത്തെയും നിങ്ങളുടെ ആയുസ്സിനെ നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് അളക്കാതിരിക്കുക. ഈ വർഷം കഴിയട്ടെ, ഈ ക്യാമ്പസ് കാലം കഴിയട്ടെ എന്ന് നിങ്ങൾ ആലോചിക്കാതിരിക്കുക. നിങ്ങളുടെ ആയുസ്സിനെ മാസങ്ങൾ കൊണ്ടുപോലും നിങ്ങൾ അളക്കാതിരിക്കുക. നിങ്ങളുടെ ആയുസ്സിനെ ദിവസങ്ങൾ കൊണ്ടുപോലും നിങ്ങൾ അളക്കാതിരിക്കുക. നിങ്ങളുടെ ആയുസ്സിനെ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങളിങ്ങനെ അളന്നിടുക. അപ്പോൾ നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ തൊട്ടടുത്ത കസേരയിലിരിക്കുന്ന കൂട്ടുകാരനുണ്ടാകും. ഇതുവരെ പരിചയപ്പെട്ടില്ലെങ്കിൽ ക്യാമ്പസ് അസംബ്ലി കഴിഞ്ഞു പോകാൻ കാത്തു നിൽക്കരുത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ കസേരയിലുള്ള കൂട്ടുകാരനെ നിങ്ങൾ അറിയണം. നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ, നിങ്ങളുടെ ബസ്സിൽ തൊട്ടടുത്തുള്ള സീറ്റിലുള്ള മനുഷ്യനെ നിങ്ങൾ അറിയണം. അത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവനെ പരിചയപ്പെടണം. നിങ്ങളുടെ ചുറ്റും, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള മനുഷ്യരെ നിങ്ങൾ അറിയണം, അവരെ സ്നേഹിക്കണം. മനുഷ്യരെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള കന്നുകാലികളെക്കുറിച്ച് നിങ്ങൾ അറിയണം. നിങ്ങളുടെ വീട് പരിസരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ചുറ്റുമുള്ള പൂച്ചയെക്കുറിച്ച്, കാക്കയെക്കുറിച്ച്, മൂങ്ങയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചനകൾ ഉണ്ടാവണം. അതെങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ അറിയണം. SSFൻ്റെ കൂട്ടുകാർക്ക് വേനൽക്കാലത്ത് പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ ഒരു പാത്രം ഇങ്ങനെ നിങ്ങൾ തെരുവിൽ വെക്കുന്നുണ്ട് എങ്കിൽ അത് SSFൻ്റെ ഒരു പ്രവർത്തനമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അത് SSFൻ്റെ പ്രവർത്തനമായി മാറുന്നത് ആ പറവകളെക്കുറിച്ച് പോലും ആദ്യം ഉണ്ടാകണം നിങ്ങൾക്ക് എന്നതുകൊണ്ടാണ്. നടന്നു പോകുന്ന വഴിയിൽ ഒരു ഉറുമ്പിനെ ചവിട്ടുന്ന സമയത്ത് പോലും ആ ഉറുമ്പിനെ കുറിച്ച് ആലോചന ഉണ്ടാവണം നിങ്ങൾക്ക്. വെറുതെ ഒരു ഉറുമ്പിനെ പോലും ചവിട്ടി അരക്കരുത്. നിങ്ങളുടെ ക്യാമ്പസിനകത്ത് ഒരു ചെടി വെറുതെ നശിപ്പിക്കുന്നത് കണ്ടാൽ, ഒരു മരം മുറിക്കുന്നത് കണ്ടാൽ അവിടെ പോലും സമരോത്സുകനാവുക, SSFകാരൻ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഇസ്ലാമിൻ്റെ പ്രകാശനമാണ്. ചുറ്റും ജീവിക്കുന്ന മനുഷ്യരെയും മനുഷ്യേതര ജീവജാലങ്ങളെയും മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റുക, അവയെ സ്നേഹിക്കുക, അവയെ തിരിച്ചറിയുക, അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ജീവിതം പകുത്തുവെക്കുക, എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കുക. ഷെയർ ലൈക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങളിങ്ങനെ പകുത്തു കൊടുത്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവരെ ഇഷ്ടപ്പെടുക, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ അറിയുക, ആ ഇഷ്ടങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, തെരുവിൽ പോയി നിൽക്കുക. നമ്മൾ തെരുവിൽ പോയി വെറുതെ നിൽക്കുക. എന്തിനു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നിനുമല്ല, വെറുതെ നിൽക്കാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെടുന്ന ധാരാളം ചിത്രങ്ങളുണ്ട്. തെരുവിൽ അന്തിയുറങ്ങുന്ന, പുതച്ചു മൂടാൻ പുതപ്പില്ലാത്ത മനുഷ്യർ,
ഭക്ഷണം കഴിക്കാൻ ആ നേരത്ത് യാചിച്ച് കിട്ടുന്ന നാണയത്തുട്ടുകൾ മാത്രമുള്ള മനുഷ്യർ, രോഗങ്ങൾ കൊണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ, കയ്യും കാലുമൊക്കെ മുറിഞ്ഞ് ഇങ്ങനെ കൊക്കിച്ച് നടക്കുന്ന നായകൾ, പൂച്ചകൾ, എത്ര ജീവജാലങ്ങൾ ഉണ്ടാകും നമ്മുടെ ചുറ്റും. അവർക്ക് വേണ്ടി ജീവിച്ചു നോക്കൂ, അവരുടെ വേദനകൾ അറിഞ്ഞു നോക്കൂ, അവരുടെ ലോകത്തേക്ക് ഇറങ്ങി നോക്കൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് ചില ആലോചനകൾ വരും. എന്താണ് ഒരു ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? എന്താണ് SSFൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ക്യാമ്പസിനകത്ത് SSF എന്ന ആശയത്തെ ജീവിപ്പിച്ച് നിർത്താൻ നിങ്ങൾക്ക് എത്ര പദ്ധതികൾ ലഭിക്കും? ആ പദ്ധതികൾ മുഴുവൻ സർക്കുലറായി ഇങ്ങനെ വരണമെന്നില്ല. ആ പദ്ധതികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടവയാണ്. ക്യാമ്പസിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക എന്ന് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോൾ, വെറുതെ കൂടിയിരിക്കുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരെ ചേർത്ത് നിർത്തുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അവിടെ വരുന്ന ആലോചനകളുണ്ട്. ആ ആലോചനകളുമായി നമ്മൾ ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങുക, മനുഷ്യരിലേക്ക് ഇറങ്ങുക. ഈ പഠനകാലത്ത് തന്നെ മനുഷ്യനാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ക്യാമ്പസ് കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യനാവാനുള്ള, ഒരു പൂർണ്ണനായ മനുഷ്യനാവാനുള്ള ഒരു പ്രയാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാവാൻ പഠിക്കുക എന്നത് കൂടിയാണ്. അപ്പോഴാണ് നിർമ്മലമായ മനസ്സുമായി നമുക്ക് ജീവിക്കാൻ പറ്റുക. സ്വന്തം വീട്ടിൽ ഏറ്റവും നല്ല മനുഷ്യനായി നമ്മൾ മാറും. ഉപ്പയോട്, ഉമ്മയോട്, വീട്ടുകാരോട്, നാട്ടിലുള്ള മനുഷ്യരോട്, എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്ന, അവരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന, അവരുടെ വിഷമങ്ങളെ അറിയുന്ന, ആ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിഹാരകനായി മാറാൻ ശ്രമിക്കുക. ക്യാമ്പസിലെത്തിക്കഴിഞ്ഞാൽ ആ ക്യാമ്പസിലെ കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ അറിയുക. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാവാം? ആ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടുകളാവാം, ആ പ്രശ്നങ്ങൾ അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാവാം, ദാരിദ്ര്യമാവാം, ആ പ്രശ്നങ്ങൾ അവരുടെ വ്യത്യസ്തങ്ങളായ ടെൻഷനുകളാവാം, വീട്ടിലെ പ്രയാസങ്ങളാവാം. ആ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവനെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകളാവാം, അവനെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ ആലോചനകളാവാം. ആ ആലോചനകൾക്ക് പോലും സ്നേഹമുള്ള മനുഷ്യനാണ് നിങ്ങളെങ്കിൽ, സ്നേഹം പകർന്നു കൊടുക്കുന്ന മനുഷ്യനാണെങ്കിൽ, നിങ്ങളുടെ ലൈക്സുകളെ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ, അവൻ ലഹരിക്കടിമപ്പെടുമ്പോൾ, അവൻ ഏതെങ്കിലും തരത്തിലുള്ള അശ്ലീലതകൾക്ക് അടിമപ്പെടുമ്പോൾ, അവൻ വഴിതെറ്റി വഴികേടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോവരുത് മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ പോലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അതാണ് SSFൻ്റെ പ്രവർത്തനം. സ്വയം നന്നാവുക, ആ നന്മകളെ നമ്മളിങ്ങനെ പ്രസരിപ്പിച്ചു കൊണ്ടേയിരിക്കുക, അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ശുദ്ധവാക്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ സംഗമം തുടങ്ങിയതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.